നല്ല സോഫ്റ്റ് ക്രേപ്പ് മെറ്റീരിയൽ ഓവറോൾ ചെറിയ ബൂട്ട വർക്ക് അതുപോലെ സൈഡിലിങ്ങനെ ലേസിൻ്റെ ഇട്ടിട്ട് ഈ ഒരു കളർ മാച്ചിങ് എന്തോ ഒരു വശപ്പശക്ക് ഇല്ലേ. ഇവിടെയാണ് മില്ല് കാര്യങ്ങളൊക്കെ ഉള്ളത്, യൂതന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്. ഇങ്ങോട്ട് തിരിഞ്ഞോ, എന്നാലാണ് ഈ സാരിയുടെ ലുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതൊന്നും റിപ്പീറ്റ് പീസ് അല്ല, ഒക്കെ സാമ്പിൾസ് ആണ്. ഫുൾ ജെറോസ്കിര വർക്കാണ് വന്നിരിക്കുന്നത്. നല്ലൊരു വൈൻ ഷെയ്ഡ് ഷിമ്മറിൽ ഇത് ഫുൾ ജെറോസ്കിര വർക്കാണ് കേട്ടോ. ഇതൊരു ഹെവി GSM ആയിട്ടുള്ള കോട്ടൺ ആണ്. അതിൽ ഫുൾ ബ്രഷ് പെയിന്റ് ആണ്. ലിനനൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് പോകുന്ന ഒരു സംഭവം. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ടെക്സ്റ്റൈൽ ബിസിനസ്സിൻ്റെ കാര്യം പറയാം കേട്ടോ. അപ്പോൾ ഒരു മാർജിൻ ഇട്ടിട്ട് നല്ല പ്രോഫിറ്റ് ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന ക്ലോത്തൊക്കെ എവിടെ കിട്ടും, എങ്ങനെ കിട്ടും എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. യെസ്, സൂറത്ത് തന്നെ. സൂറത്തിലാണ് ക്ലോത്തിൻ്റെ ഹബ്ബ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ സൂറത്തിലാണെങ്കിൽ ഒരുപാട് മാനുഫാക്ചേഴ്സ്, ഒരുപാട് ഹോൾസെയിലേഴ്സും ഉണ്ട്. അപ്പോൾ അതിലത്തെ ഒരു ഹോൾസെയിൽ ഷോപ്പിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു 15-20 മിനിറ്റ് ഡിസ്റ്റൻസിലാണ് ഊതന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്. ഈ ഊതന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഹോൾസെയിലേഴ്സ് കുറവായിരിക്കും, മാനുഫാക്ചേഴ്സ് ആയിരിക്കും കൂടുതലുണ്ടാവുക. ഇവിടെയാണ് മില്ല് കാര്യങ്ങളൊക്കെ ഉള്ളത്, യൂതന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്. അപ്പോൾ അവിടുത്തെ ഒരു ഹോൾസെയിലിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇഷിത ഹൗസ് ഫാക്ടറി ഔട്ട്ലെറ്റ്. ഇവർക്കൊരു 3 ഫ്ലോർ ആയിട്ടുള്ള ബിൽഡിംഗ് ആണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ലുക്കാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കിട്ടുന്നത് എത്നിക് വെയർ ആയിട്ടുള്ള ഐറ്റംസ്, ലേഡീസിൻ്റെ ഐറ്റംസ് ആണ്. ഇപ്പോൾ കുർത്തീസ്, 2 പീസ്, 3 പീസ്, പാർട്ടി വെയർ കളക്ഷൻസ്, ഗൗൺ, അങ്ങനെ സാരീസ്, അങ്ങനെ എല്ലാ തരം ഐറ്റംസ് നമുക്ക് ഈ ഒരു ഇഷിത ഹൗസിൽ കിട്ടുന്നതായിരിക്കും. ഇനി ഇവർ വലിയൊരു ബിഗ് ഷോപ്പായതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാനുഫാക്ചർ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇവരുടെ റെസ്റ്റ് ഏരിയ എവിടെയൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. ഇപ്പോൾ ഇതാണ് ഇവരുടെ പാക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഡിസ്പാച്ച് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഇവിടെ മുകളിലാണ് ഇവരെ ഗോഡൗൺ ഇരിക്കുക. ഗോഡൗണിൽ നിന്ന് സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചൂസ് ചെയ്ത ഐറ്റംസൊക്കെ ഗോഡൗണിൽ നിന്ന് ഇത് ഈ ലിഫ്റ്റ് ത്രൂ ഇറക്കി കഴിഞ്ഞിട്ട് ഇതുപോലെ പാക്ക് ചെയ്തിട്ടായിരിക്കും നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. ഇനി ഒരാൾ പുതിയതായിട്ട് വരാണെങ്കിൽ ആദ്യം തന്നെ ഇവിടെ ഹായ് ഹലോ പറഞ്ഞ് നമ്മുടെ കടയുടെ പേര് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞതിന് ശേഷം ഇവർ ഇരിക്കാൻ പറയും. ഇരിക്കാൻ പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് വരും. അപ്പോൾ ഇവർ ഇരിക്കാൻ പറയുന്നത് ദൈവം അനുഗ്രഹം മേടിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇരിക്കാൻ പറയുന്നത് വെച്ചാൽ ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ ഇവിടെയാണ് അവർ ഇരുത്തിക്കാം. പിന്നെ ഒരു ഹാപ്പി കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് എല്ലാം സ്റ്റേറ്റിലത്തെ ആൾക്കാർ വന്നിട്ട് ഇവിടെയാണ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്. ഇവരുടെ ഹാപ്പി കസ്റ്റമറിൻ്റെ ഇത് ഓരോ സമയത്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കട്ടോ. ഇപ്പോൾ നമ്മുടെയൊക്കെ എവിടെയാണ് തപ്പി പിടിക്കണമല്ലോ കേരള. ഓരോരോ സ്ഥലത്തുണ്ട്. ഒന്ന് ജസ്റ്റ് അടുത്തേക്ക് വരികയാണെങ്കിലേ ഇവിടെ ഹാപ്പി കസ്റ്റമർ, ഇത് മധ്യപ്രദേശാണ്, അതുപോലെ ഉത്തർപ്രദേശ് ഉണ്ട്. ഓരോരോ സ്ഥലത്തെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ കേരളീയരൊക്കെ ഇവിടെ കണ്ടിരുന്നു. ഇനി അതൊക്കെ തപ്പി പിടിക്കാൻ നേരില്ല. എന്തായാലും നമുക്ക് നമ്മുടെ കളക്ഷൻസിലേക്ക് കിടക്കാം. അപ്പോൾ ഇനി ഓവറോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിൻ്റെ കളക്ഷൻസാണ്. അപ്പോൾ ഓരോരോ കൗണ്ടർ വൈസാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് സാരിയുടെ കൗണ്ടറാണ്, അതുപോലെ തന്നെ ഇതും സാരിയുടെ കൗണ്ടറാണ്. സാരി എന്ന് പറയുമ്പോൾ ഓരോ സാരീസ് ഉണ്ടാവും, ഡെയിലി വെയർ ഉണ്ട്, പാർട്ടി വെയർ അങ്ങനെയൊക്കെ. പിന്നെ കുറേ പുറത്തിരിക്കുന്നുണ്ട് സാരീസ്. പിന്നെ അപ്പുറത്തെ സൈഡ് നോക്കണമെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞോ, എന്നാലാണ് ഈ സാരിയുടെ ലുക്ക് കാണാൻ പറ്റുള്ളൂ. കണ്ടോ, ഇതുപോലത്തെ നല്ല നല്ല ഫാൻസി സാരീസ് അല്ലാത്തതും ഇവിടെ അവൈലബിൾ ആണ്. ഇതും സാരിയുടെ ഒരു കൗണ്ടർ തന്നെയാണ് വരുന്നത്. അതുപോലെ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ വരുന്നത് നമുക്ക് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ, തൊട്ടപ്പുറത്താണെങ്കിൽ റെഡിമെയ്ഡ് കുർത്തിയുടെ സെക്ഷൻ. ഈ കാണുന്ന കൗണ്ടർ എന്നൊക്കെ പറയുന്നത് മൊത്തം എന്താ പറയുക, സാമ്പിൾസാണ്. ഒരു കാരണവശാലും ഇവിടെ സ്റ്റോക്കല്ല, സ്റ്റോക്കൊക്കെ മുകളിൽ ഗോഡൗണില്ല. അപ്പോൾ ഒന്ന് കയറി നോക്കാം ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് കളക്ഷൻസ്. പിന്നെ ഇവിടെയൊക്കെയാണെന്ന് വെച്ചാൽ അൺസ്റ്റിച്ചഡ് മെറ്റീരിയലാണ് ആ അറ്റം വരെ ഫുൾ കാണുന്നത്. അപ്പോൾ ഒന്ന് ഇവിടെ എന്തായാലും കുറച്ച് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ എടുത്ത് കാണിച്ചാൽ ഭയ്യ നിക്കാൾക്ക് दिखाओ एक വെറൈറ്റി. നമുക്കിവിടെ കോട്ടൺ, ഈ പല കോട്ടൺ സൈ ഷുरू करते. കോട്ടൺ അൺസ്റ്റിച്ചഡ് മെറ്റീരിയലാണ് ഇന്ന് കാണിക്കാൻ പോണത്. എന്തായാലും ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തായാലും ഇത് കാണിക്കാം. ഓരോരോ കസ്റ്റമർ വരുമ്പോൾ ഇതുപോലെ ഇരുന്നിട്ടാണ് കേട്ടോ ഓരോന്നോരോന്ന് ഇങ്ങനെ നിവർത്തി കാണിക്കുന്നത്. അപ്പോൾ ഇത് ഫുൾ വീവിങ്ങിൽ വരുന്നതാണ്. ഫുൾ വീവിങ്ങിൽ ഇതിൽ സ്വീക്വൻസ് വർക്ക്, അതുപോലെ നോട്ട് വർക്കൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. അപ്പോൾ കോട്ടൺ ഡെയിലി വെയർ കളക്ഷൻസ് തൊട്ട് നല്ല ഹൈ പ്രീമിയം കളക്ഷൻ വരെയുണ്ട്. ഇനി ഇത് നോക്കുകയാണെങ്കിൽ ഇതും ഒരു ഫെൻഡി ടച്ച് ആൾ മിണ്ടൂല്. ഫെൻഡിയിൽ ഫുൾ ജെറോസ്കിര വർക്കാണ് വന്നിരിക്കുന്നത്. നല്ലൊരു വൈൻ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത തന്നെയല്ല, നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. എന്നാൽ ഇവിടെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് എത്രയാണ്? സ്റ്റാർട്ടിംഗ് റേറ്റ് 105 ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ്. പക്ഷേ ഇതിൻ്റെ റേറ്റ് അല്ല. അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വിളിച്ചിട്ട് വയ്ക്കുക. എന്താ ദുപ്പട്ട, ജസ്റ്റ് സാടി ബി നോക്കുക. വാവ്, സൂപ്പറല്ലേ,
നല്ല തുണിയും നല്ലതാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ റേറ്റ് അപ്പോൾ അതിനനുസരിച്ച് കൂടും, അതൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഫുൾ ഡിജിറ്റൽ പ്രിൻറ്റിൽ വരുന്നത്. അപ്പോൾ ഏതൊക്കെ മെറ്റീരിയൽ വേണമെന്ന് വെച്ചാൽ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ ചെറിയ ബൂട്ട വർക്ക്സ് ഒക്കെ പോയിട്ടുണ്ട്, ലേസിൻ്റെ ഡീറ്റെയിലിംഗ് വിത്ത് ദുപ്പട്ട അടക്കം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ലുക്കിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതൊക്കെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ഓരോരോ സാമ്പിൾ. ഇനി ഇത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് നോക്കിയാൽ ഇത് റയോണിൽ ഫുൾ സീക്വൻസ് വർക്ക് വരുന്നതാണ്. പിന്നെ ഇത് പാൻറ്റ് പ്ലെയിൻ വരുമ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെയുള്ള ദുപ്പട്ട डिजिटल प्रिंट सीक्वेंस वर्क डिटेलिंग आपका കൊടുത്തിട്ടുണ്ട്. वैसे ये जो दिखा रहे हैं ना हम लोग उसका कैसा है, मतलब ये पूरा सैम्पल ही रखा हुआ है क्या? ഈ ഇത് നോക്കിയാൽ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ കാണുന്നത് മൊത്തം സാമ്പിൾസ് ആണ്. ഇതൊന്നും റിപ്പീറ്റ് പീസ് അല്ല, ഒക്കെ സാമ്പിൾസ് ആണ്. നിങ്ങൾ ഏത് ഡിസൈൻ എടുത്താലും ഒക്കെ ഡിഫറെൻറ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഇതെടുക്കുന്നത് ഇത് ഡിഫറെൻറ്റ്, അതുപോലെ തന്നെ ഇവിടെ നിന്ന് എടുക്കുന്നത് ഇതും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഏതെടുത്താലും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് കിട്ടുക. और इसका बंडल कैसा आने वाला? हाँ ये है ना, दिखाओ ना, मतलब ये मीडियम और लार्ज. हाँ ഇത് 8 പീസ് അല്ലെങ്കിൽ 4 പീസിൻ്റെ ബഞ്ചായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ബണ്ടൽ ഉണ്ടാവുക. അപ്പോൾ ഇതിൽ 4 കളറായിരിക്കും, സൈസ് എല്ലാം ഉണ്ടാവുക. അപ്പോൾ ഈ കളർ ഇതിന്നൊരു കളറ്, ഇതിനൊരു കളർ, അങ്ങനെ 4 കളർ. ഇതിപ്പോൾ ഇവരുടെ എന്താ പറയുക ഗോഡൗണിൽ നിന്ന് ഇറക്കിയിട്ടുള്ളത്, അതായത് ആരോ ഫുൾ എടുത്തിട്ടുള്ളതാണെന്ന് തോന്നുന്നത്. ഗോഡൗണിലായിരിക്കും ഇത് ഫുൾ ഇങ്ങനെ ബണ്ടൽ കാണാം. ഇതിൽ 4 ഉണ്ട്, ഇതിൽ 4 ഉണ്ട്, ഇതിൽ 4 ഇതിൽ 4 അങ്ങനെ. ഇതിപ്പോൾ ഒരു ഫുള്ളിങ്ങനെ പാക്ക് സെപ്പറേറ്റ് ആക്കി വെക്കണം ഇവർക്ക്. അപ്പോൾ ബണ്ടൽ ബൾക്കായിട്ട് തന്നെ എടുക്കണം. ഹോൾസെയിലാണ്, കടക്കാർ മാത്രമാണ് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ. സിംഗിൾ പീസായിട്ട് കിട്ടില്ല കേട്ടോ. അടുത്തത് നോക്കുകയാണെങ്കിൽ അടുത്തത് വരുന്നത് ഓർഗൻസയിൽ ഫുൾ ത്രെഡ് വർക്കും അതുപോലെ കല്ലിൻ്റെ ഡീറ്റെയിലിംഗ് എന്ന് വെച്ചാൽ സെറോസ്കി ഡയമണ്ടിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. വിത്ത് പാൻറ്റ്, അതിൻ്റെ കൂടെ ദുപ്പട്ടയും ഓർഗൻസ വരുന്നുണ്ട്. ഓർഗൻസയിൽ ഇത് ഫുൾ കണ്ടോ, ഫുൾ എംബ്രോയ്ഡറിയുടെ വർക്കാണ്. ഓവറോൾ ഈ ഒരു ബൂട്ട വർക്ക് മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡ്, ആ ഷെയ്ഡുകൾ നമുക്കിതിൽ 4 ഷെയ്ഡാണ് കിട്ടാൻ പോകുന്നത്. അത് ഹോൾസെയിൽ ആയതുകൊണ്ട് അറിയാം എല്ലാവർക്കും എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത്. പക്ഷേ എന്നാലും പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. 105 രൂപയ്ക്ക് സ്റ്റാർട്ടിങ്. അപ്പോൾ അത് എത്ര വരെ പോകും ചോദിച്ചാൽ कितना तक जाएगा? 5000 6000 तक रेट जाएगा क्या अनस्टिचड का? कितना? 4000. हाँ 4300 വരയ്ക്കുള്ള റേഞ്ച് വരയ്ക്കുക പോളോ അൺസ്റ്റിച്ച്. അപ്പോൾ സ്റ്റാർട്ടിംഗ് റേറ്റ് 105 തൊട്ട് 4500 വരയ്ക്കുള്ള കളക്ഷൻസിൻ്റെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. അപ്പോൾ ഇത് ജോർജറ്റിലാണ് കേട്ടോ. ഇപ്പോൾ ഈ കാണിച്ചത് ജോർജറ്റിൽ ഫുൾ ഹെവി വർക്കോട്. ये क्या है? बॉक्स क्या है? ये बॉक्स पैकिंग प्रीमियम. ഓ അങ്ങനെ എന്നുവെച്ചാൽ ഫുൾ ഹെവി ഹാൻഡ് വർക്കിൻ്റെ കളക്ഷൻ വരുമ്പോൾ ഇതുപോലെ ബോക്സ് പാക്കിങ്. അപ്പോൾ ഗിഫ്റ്റ് പർപ്പസ് ആയിട്ട് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നല്ലൊരു ക്രേപ്പ് മെറ്റീരിയൽ, നല്ല സോഫ്റ്റ് ക്രേപ്പ് മെറ്റീരിയൽ. ആ ഹാൻഡ് വർക്കൊക്കെ നോക്കിയാൽ ആ ഫിനിഷിങ് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ക്രേപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ വിത്ത് പാൻറ്റ് ആൻഡ് ദുപ്പട്ട ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ ഈ ബോക്സ് होगा तो चार बॉक्स आएगा क्या? 4 ബോക്സ് ആയിട്ടാണ് നമുക്ക് അവൈലബിൾ. അടുത്തത് നോക്കിയേ, ഇതൊക്കെ ഇങ്ങനെ കുറച്ച് ഹെവി പീസായത് ഹെവി മെറ്റീരിയൽ പ്രീമിയം മെറ്റീരിയൽ ആവുമ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു പാക്കിങ്ങിലാണ് വരുന്നത്. എന്തായാലും ഇതിൻ്റെ ഉള്ളിലത്തെ ഇത് നോക്കാം നമുക്ക്. ഇത് ദുപ്പട്ട വരുന്നത്, അതുപോലെ തന്നെ പാൻറ്റ് പ്ലെയിൻ ആണ് വരുന്നത്. ഓവറോൾ നോക്കണമെങ്കിൽ ഫുൾ ഗ്ലാസ് वर्क खोल के दिखा सकते हैं क्या? पैकिंग ऐसा है तो मैं खोल के दिखाऊँ क्या? ऐसा पूछ रही है. खोलेंगे तभी तो पता चलेगा. हाँ दिखेगा तभी बिकेगा. കണ്ടോ, ഇത് കണ്ടാലല്ലേ ഇത് മേടിക്കുള്ളൂ എന്ന്. ഇത് കേട്ടോ, ഇത് ഫുൾ മിറർ വർക്കിൻ്റെ ഡീറ്റെയിലിങ്, അതുപോലെ തന്നെ എംബ്രോയ്ഡറിയുടെ വർക്കും അതുപോലെ സീക്വൻസ് വർക്ക്, കല്ല് മിന്നണത് തലങ്ങണത് ഇതിൻ്റെ കൂടെ ഈ ഒരു ദുപ്പട്ടയും കൂടി ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അടുത്തത് നോക്കുകയാണെങ്കിൽ ഷിമ്മർ. വാ നോക്കി, ഷിമ്മറിൽ ഇത് ഫുൾ സെറോസ്കിയുടെ വർക്കാണ് കേട്ടോ. സെറോസ്കിയും അതുപോലെ തന്നെ നോട്ട് വർക്കും എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുന്ന ഷിമ്മറിൽ ഇതിൻ്റെ ദുപ്പട്ട കാണിക്കാം. हाँ वाओ, इतना अच्छा दुपट्टा छुपा के रखा है. ദുപ്പട്ട കണ്ടോ, ഫുൾ ബൂട്ട വർക്ക് കേട്ടോ. ഓവറോൾ ചെറിയ ബൂട്ട വർക്ക്, അതുപോലെ സൈഡിൽ ഇങ്ങനെ ലേസിൻ്റെ ഇട്ടിട്ട്. അപ്പോൾ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനാണെങ്കിൽ തുണികൾ അന്വേഷിക്കുന്നവരാണെങ്കിൽ സൂറത്ത് അടിപൊളി ഒരു സ്ഥലമാണ്. ഇനി ഇതാണ് ഇതിൻ്റെ ടോപ്പ്, ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട. എനിക്ക് ഓവറോൾ ഇത് ഇഷ്ടമായി, എനിക്ക് बहुत पसंद आ गया है. അപ്പോൾ റേറ്റ് जानने के लिए स्क्रीनशॉट करो, സ്ക്രീൻഷോട്ട് എടുക്കുക, വിളിച്ച് ചോദിക്കുക റേറ്റ് എത്രയാണ് എന്താണെന്നുള്ളത്. അപ്പോൾ റേറ്റ് നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റാണ് പറയാൻ പറ്റുള്ളൂ. ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ മാർജിൻ ഇട്ടിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കിയേ, നല്ലൊരു ബ്ലാക്ക് റയോണിൽ ഇതിൻ്റെ വർക്കിനാണ് കാശ് കേട്ടോ. സെറോസ്കി ഡയമണ്ട് സെറോസ്കി അല്ല ആക്ച്വലി, ഒരു പിട്ടൻ വർക്കും അതുപോലെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പേളുടെ ഡീറ്റെയിലിങ്. ദുപ്പട്ട
യെസ്, ഫുൾ സീക്വൻസ് വർക്ക്, സമോസ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ലുക്ക്. കണ്ടോ, ഓവറോൾ ഇതാണ്. ടെസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു ഹെവി രീതിയിലുള്ള കളക്ഷൻ. അത് കൂടാണ്ട് ബ്ലാക്ക് ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിന്, വൈറ്റ് അല്ല ആക്ച്വലി, ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ്, ബ്ലാക്ക് ആൻഡ് പിസ്ത ഗ്രീൻ ഷെയ്ഡ് കോൺട്രാസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. പാൻറ്റ് വരുന്നത് ബ്ലാക്ക് ആണ്. ആ ഒരു ഷെയ്ഡിനാണ് കേട്ടോ കാശ്. എന്താല്ലേ? അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നേരിട്ട് സൂറത്തിൽ വരാം. സൂറത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒന്നില്ലെങ്കിൽ ഇവരെ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക, ഇല്ലെങ്കിൽ ഊതന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വരാം. ഊതന റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നൊരു 15-20 മിനിറ്റിൻ്റെ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഊബറിൽ വിളിച്ച് ചോദിച്ചിട്ട് വരണമെങ്കിൽ വരാം, അല്ലെങ്കിൽ ഇവർക്ക് പിക്കപ്പ് ഡ്രോപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ മാത്രമേ ഈ പിക്കപ്പ് ഡ്രോപ്പിൻ്റെ ഓപ്ഷൻ. അപ്പോൾ വരണേക്കാളും കുറച്ച് നേരത്തെ ഇൻഫോം ചെയ്തോളാം, ഞങ്ങളിങ്ങനെ ഇന്ന ട്രെയിനിൽ ഇങ്ങനെ സ്ഥലത്തേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്, എന്നാൽ മാത്രമാണ് അവർ പിക്കപ്പ് ചെയ്യാനുള്ളത്. ഇനി കുറേ പേർക്കൊരു ഡൗട്ടുണ്ട്, ഇവിടെ മലയാളം കസ്റ്റമർ ഉണ്ട്, മലയാളം സ്റ്റാഫ് ഉണ്ട്. മലയാളി ഹേക്കാ കോയി സ്റ്റാഫ് ഉണ്ട്. അപ്പം മലയാളി സ്റ്റാഫ് ഉണ്ട്. എനിക്കറിയാം, ഞാൻ ആളെ തപ്പിക്കൊണ്ടിരിക്കുന്നത്, ആളെ കാണാൻ എനിക്ക് തോന്നുന്നത് 2-3 മലയാളി കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചിലപ്പോൾ അവരുടെ കൂടെ ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിൽ നിന്നും ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. हमारे गाँव के तो बहुत कस्टमर्स आते हैं, बहुत. अभी मेरा वीडियो देखिए കേട്ടാ, बहुत ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാവ്, ये भी अच्छा है. വൈറ്റിൽ ഇത് നോക്കും, ഓർഗൻസ ദുപ്പട്ടയാണ് ഞാൻ ആദ്യം കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു കട്ട് വർക്കാണ് ഇതിൽ ഫുൾ കൊടുത്തിരിക്കുന്നത്, എംബ്രോയ്ഡറി ആൻഡ് കട്ട് വർക്ക്. ഇതിൻ്റെ ടോപ്പ് ആണ് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ. ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് വിളിച്ച് ചോദിക്കുക. നിങ്ങൾ ഇതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എത്ര റേറ്റ്, എങ്ങനെയാണ് റേറ്റ്, കാര്യങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞ്. വൈറ്റ് വേണ്ട, നമുക്ക് ബ്ലാക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഇസ്മേ കോൺട്രാസ്റ്റ് അറിവാ. ബ്ലാക്ക് ലവേഴ്സിന് വേണ്ടിയിട്ട് ഇതാ ഇത് ബ്ലാക്ക് ഓർഗൻസയിൽ ഫുൾ ത്രെഡ് വർക്കും സ്വീക്വൻസ് വർക്ക്, കല്ലിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട് അതിലാണ് ഈ ഒരു കോൺട്രാസ്റ്റ്. ഈ ഒരു കളർ മാച്ചിങ് എന്തോ ഒരു വശപ്പശക്ക് ഇല്ലേ ബ്ലാക്കിൽ ഇങ്ങനെ ഒരു കളർ മാച്ചിങ് കണ്ടപ്പോഴേ. എന്നാലും കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ അത് നമുക്ക് ഓക്കെ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് നോ ഐഡിയ, ഡയറക്റ്റ് കോൾ ടിങ്. പിന്നെ വരുന്നത് ഷിമ്മറിൽ വരുന്നത് ഓർഗൻസ അല്ല, നാസ്മിൻ്റെ ദുപ്പട്ടാണ്. നാസ്മിൻ്റെ ദുപ്പട്ട ഓവർ ഇതാണ് ലുക്ക് വരുന്നത്. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ലുക്ക് വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വിത്ത് ഇത് ദുപ്പട്ടയിലും ഇതുപോലെ തന്നെ സെയിം ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ്. അപ്പോൾ ഇതൊരു പാർട്ടി വെയർ കളക്ഷൻ. ഇനി നോർമൽ നമുക്ക് ഡെയിലി വെയർ ബേസിലാണ് ജിഗ്ജാക്ക് വേണ്ട അങ്ങനെ പറ്റിയിട്ടുള്ളവർക്ക് ഒരു ലേസ്ഡ് പ്യുർ കോട്ടൺ, അതും ബ്രഷ് പെയിൻറ്റ്. വാവ്, അച്ഛാ നിക്കാലോണ. ഇതെനിക്കിഷ്ടമായി കേട്ടോ. നല്ല ഇതിൻ്റെ റേറ്റ് എത്രയാണോന്നൊന്ന് ചോദിച്ചു നോക്കി. കാരണം ഇത് ക്രോഷിയയുടെ ലേസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് റേറ്റ് കുറച്ചുണ്ടാകും. പിന്നെ പോരാത്തതിന് ഇതിൽ ഫുൾ ഓവറോൾ ബ്രഷ് പെയിൻറ്റാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഹെവി പീസ് എന്ന് പറയില്ലേ, നമുക്ക് എന്താ പറയുക, ഹെവി പീസ് എന്ന് പറയുമ്പോൾ ഈ ഹാൻഡ് വർക്ക് ചെയ്തു എംബ്രോയ്ഡറി വർക്ക് ചെയ്തതിനല്ല ഈ ഹെവി പീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഒരു കോട്ടൻ്റെ GSM ഉണ്ട്, അതിനും നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ റേറ്റ് പറയുന്നത്. അപ്പോൾ ഇതൊരു ഹെവി GSM ആയിട്ടുള്ള കോട്ടനാണ്. അതിൽ ഫുൾ ബ്രഷ് പെയിൻറ്റാണ്. ഈ കാണുന്നത് മൊത്തം ബ്രഷ് പെയിൻ്റാണ് കേട്ടോ. നല്ലൊരു അടിപൊളി പീസാണ് കേട്ടോ. ഇതിന് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല, കോട്ടനാണ്. ഇനി ഇത് മസ്ലിനിലാണ് നമുക്ക് സെറോസ്കി ഡയമണ്ടും അതുപോലെ തന്നെ ഫുൾ ഹാൻഡ് വർക്കാണ്. ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എന്ന് വെച്ചാൽ വർക്കാണ് ഇതിൽ വരുന്നത്. നല്ലൊരു മൈന്യൂട്ടായിട്ട് ആ ഒരു പേളിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്തേക്കണം. നോക്കി എന്ത് രസമല്ല കാണാനായിട്ട്. അതുപോലെ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് പ്ലെയിൻ. ഇതിൽ ദുപ്പട്ട വരുമ്പോൾ സ്കാലപ്പ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ. നല്ല സ്വീക്വൻസ് വർക്ക്, സട്ടലായിട്ട്, അങ്ങനെ വലിയ ആർഭാടമൊന്നും വേണ്ട എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കളർ ഡാർക്കാണെങ്കിലും ഇതിൻ്റെ ആ ഒരു തിളക്കം അത് ഇത്തിരി സട്ടലായിട്ടുള്ള ഷെയ്ഡാണ് വരുന്നത്. എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ ഇത്. പിന്നെ മസ്ലിനിൽ കുറേ ഉണ്ട് കേട്ടോ. ഒന്നുമല്ല, നമ്മൾ ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇത് ഫുൾ കാണുന്ന ഒരു കൗണ്ടർ സാമ്പിൾസ് മാത്രമാണ്. കണ്ടോ, ഇതിൻ്റെ വർക്ക് നോക്കുമോ. एक गोडाउन ऊपर है ना, कौन सा थर्ड फ्लोर? हाँ, തേർഡ് ഫ്ലോറിലാണ് ഗോഡൗൺ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതും ഒരു ലുക്ക്. ഇത് നമ്മൾ കുറച്ച് പീസ് നമ്മൾ കാണിക്കുന്നുള്ളൂ. ഇഷ്ടപ്പെട്ടത് ഏതാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വിളിച്ചു വയ്ക്കുക. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഇന്ന് എടുത്ത വീഡിയോ ഒരു ആഴ്ച കഴിഞ്ഞിട്ട് കാണുകയാണെങ്കിൽ ആ വീഡിയോയിൽ ഈ കാണിച്ചതൊന്നും ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ പുതിയ ഫ്രഷ് പീസ് എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. കാരണം ഇവർ മാനുഫാക്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ പുതിയ കളക്ഷൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ജസ്റ്റ് ഒരു ലുക്ക് നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. അടുത്തേക്ക് വന്നിട്ട് ഇത്
ഇതൊക്കെ ഒരു ലിനനിലാണ്. ഇതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല വീഡിയോയിൽ. ഇത് ലിനനിൽ വരുന്ന കളക്ഷൻ. അതിൽ ഫുൾ ഇങ്ങനെ വർക്കൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ലിനനൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് പോകുന്ന ഒരു സംഭവമാണ്. അതുപോലെ ഓരോരോ വർക്കും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങോട്ട് വന്ന് ചൂസ് ചെയ്യാം. എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഡിസൈൻസ് കാര്യങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ്. ഇതൊക്കെ നന്നായിട്ടുണ്ട് കണ്ടോ, കോട്ടണിലാട്ടോ. ഇതിൻ്റെയൊക്കെ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ 105 തൊട്ടാണ് ഇവിടെ സ്റ്റാർട്ടിങ്. വീണ്ടും പറയുകയാണ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് സൂറത്തിൽ ഇഷിത ഹൗസ് ഫാക്ടറി ഔട്ട്ലെറ്റ്. ഒരു 3 ഫ്ലോറായിട്ടുള്ള ബിൽഡിങ്ങിലാണ്. ഇതിൽ 1ാമത്തെ ഫ്ലോറിൽ 2ാമത്തെ ഫ്ലോറിൽ മൊത്തം സാമ്പിൾസും, അതുപോലെ തന്നെ 3ാമത്തെ ഫ്ലോറിലാണെങ്കിൽ ഗോഡൗൺ ആണ്. അപ്പോൾ ഗോഡൗണിൽ നമുക്ക് ഫ്രഷ് പീസ് കയ്യോടെ കൊണ്ടുപോകാൻ പറ്റുന്നതാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ ഓൺലൈൻ വഴിക്കും നമുക്ക് മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, സൂറത്താണ്, ക്ലോത്തിൻ്റെ ഹബ്ബാണ്, ഒക്കെ ശരി തന്നെ. പൈസ നിങ്ങളുടെയാണ്, ഷോപ്പ് നിങ്ങളുടെയാണ്. നിങ്ങൾ നേരിട്ട് വരാൻ ശ്രമിക്കുക. നേരിട്ട് വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ടച്ച് ആൻഡ് ഫീൽ ഇതുപോലെ നോക്കി കൈയോടെ ഇത്ര റേറ്റ് എങ്ങനെയാണെന്നുള്ള അത് കൈയോടെ അവിടെ സ്റ്റോക്ക് ഉണ്ടാവും. അത് കൈയോടെ പാക്ക് ചെയ്തിട്ട് കൈയോടെ കൊണ്ടുപോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇവർ തന്നെ ഷിപ്പിംഗ് ചെയ്ത് തരും. അത് നിങ്ങളുടെ കൺവീനിയൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയിട്ട് അത് ചെയ്താൽ മതി. അപ്പോൾ ഹോൾസെയിലാണ്, വീണ്ടും പറയുകയാണ്, ഓൺലൈനും ഉണ്ട്, ഓഫ്ലൈൻ ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മൾ നിൽക്കുന്നത് സൂറത്ത് ഉദന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. അപ്പോൾ 105 ആണ് കേട്ടോ റേറ്റ്.